വീണ്ടും കെ എൻ എ ഖാദറിലേക്ക്. ശ്രീ കെ എൻ എ ഖാദർ, അകാരണമായാണ് പുറത്തേക്ക് കെ എം മാണി പോയത്. എപ്പോൾ തിരിച്ചു വന്നാലും തിരിച്ചെടുക്കും എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് ആ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ്സിന് ഈ ഘടകകക്ഷികളോടെല്ലാം ഈ നിലയ്ക്കുള്ള നിലപാടുണ്ട് എന്ന പരാതി കെ എം മാണിയുടെ പുറത്തു പോകലിന് ശേഷം വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു അസംതൃപ്തി നിലനിൽക്കുന്നു എന്ന കൃത്യമായ സാഹചര്യം എന്തായാലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇടതുമുന്നണി അല്ലെങ്കിൽ CPM ഇത്ര കൃത്യമായ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. അത് എത്ര വ്യക്തത കുറവുണ്ട് എന്ന് താങ്കൾ പറഞ്ഞാലും ആ വിഷയത്തോട് ലീഗ് തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ആലോചിക്കാം എന്ന മട്ടിലുള്ള ഒരു പ്രതികരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പറയട്ടെ അതിനുശേഷം പാർട്ടിയിൽ ആലോചിക്കേണ്ട വിഷയവുമാണ് എന്ന മട്ടിൽ. ഇത്രയുമൊക്കെ ഈ നിലവാരത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കാരണം എന്തായിരിക്കും? അത് UDFിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തൽ കൂടിയായിരിക്കുമോ? ഹർഷൻ, അതിൽ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അന്തർലീനമാണ്. ഒന്ന്, കേരള കോൺഗ്രസ് ഈ UDF വിട്ട് പുറത്തു പോകുമ്പോൾ കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടിയാണ് അവർ പുറത്തു പോയത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഒന്നുകിൽ UDFിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേരാം, അല്ലെങ്കിൽ NDAയോട് ചേരാം എന്ന സാധ്യതകളൊക്കെ പത്രമാധ്യമങ്ങളിൽ ധാരാളമായിട്ട് വന്നെങ്കിലും കൃത്യമായി അവർ ഈ ഒരു പിണങ്ങി പോകുന്നത് പോലെ തൽക്കാലം കോൺഗ്രസുമായിട്ടൊക്കെ പിണങ്ങി പോകുന്നത് പോലെ പുറത്തു പോയി എന്നല്ലാതെ കൃത്യമായ ഒരു ദിശ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രയാസം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവർ അതേസമയം തന്നെ NDAയുടെ പക്ഷത്തേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നും LDFുമായിട്ട് ചേരുന്ന പ്രശ്നമില്ല എന്നും പറയുമ്പോഴും അവർക്ക് ഏതെങ്കിലും ഒരു മുന്നണിയുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ടെങ്കിൽ അത് UDF ആയിട്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബന്ധം ഒന്നും അവർ വിട്ട് കളഞ്ഞിട്ടില്ല. എന്തായാലും കേരള കോൺഗ്രസ് അങ്ങനെ ഒരു സ്വതന്ത്ര ബ്ലോക്കായിട്ട് നിയമസഭയിൽ മാത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലില്ല ഇരിക്കാൻ തീരുമാനിച്ച് എല്ലാ കക്ഷികളോടും സമദൂരം പാലിക്കും എന്ന് പറഞ്ഞു. സമദൂരം എല്ലാ കക്ഷികളോടും പാലിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഓരോ കക്ഷികൾക്ക് ഓരോ നയമാണ്. ഒരേ നയങ്ങളോട് മാത്രമേ സമദൂരം പാലിക്കാൻ സാധിക്കുകയുള്ളൂ. വ്യത്യാസപ്പെട്ട നയങ്ങളോട് വ്യത്യാസപ്പെട്ട ദൂരം പാലിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തായാലും കേരള കോൺഗ്രസ് പുറത്തിറങ്ങി സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് സംഭവിച്ച ക്ഷീണം NDA സഖ്യം മുതലാക്കിയാക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ഇവിടെ ആർക്കും ആലോചിച്ചാൽ അറിയാവുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലായിരിക്കണം അഡ്രസ് ചെയ്യുകയാണോ ഇവിടെ CPMഉം ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണോ ലീഗ് വിലയിരുത്തുന്നത്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ ആശങ്ക ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് CPMഉം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലും അതുപോലെ മുഖപ്രസംഗത്തിൽ വ്യക്തമായിട്ട് ഇപ്പോൾ നേരത്തെ ഹർഷൻ ചോദിച്ചതൊക്കെ ഇങ്ങനെ തന്നെയല്ല ഇതൊക്കെ പറഞ്ഞു തുടങ്ങുകയെന്ന്. അതൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ടല്ല. അവർ പക്ഷേ ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല എന്ന് ഞാൻ പറയാൻ കാരണം EMS നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് UDF പരാജയപ്പെടുമ്പോൾ പറയാറുണ്ട് അവിടെ തകർന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാർട്ടിയല്ല 3 പാർട്ടിയാണ്, ഒന്ന് PDPയെക്കുറിച്ചും ഒക്കെ പറയായിരുന്നു അങ്ങനെ. അപ്പോൾ ആ ട്യൂണിൽ തന്നെ അവരിപ്പോഴും UDF തകർന്നു കഴിഞ്ഞു, മാർക്സിസ്റ്റ് വിരുദ്ധത തകർന്നു കഴിഞ്ഞു എന്ന മട്ടിൽ അവർ പറയുമ്പോൾ അതിലൊരു വലിയ പുതുമ എനിക്ക് തോന്നിയില്ല. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഇത് സംബന്ധിച്ചൊരു തീരുമാനമോ ആലോചനയോ ഒരു മുഖപ്രസംഗം കണ്ട ഉടനെ പാർട്ടി യോഗം ചേർന്ന് ഇതിനോട് എന്ത് പ്രതികരിക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ഒരു പാർട്ടി ആലോചിക്കുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രാഥമികമായ പ്രതികരണം പാർട്ടി ആലോചിക്കുന്ന കാര്യമാണ്. ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നവരല്ല, അപ്പുറത്ത് UDFിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിനെ കൂടി സ്വാഗതം ചെയ്യുന്ന സ്വഭാവമാണ് എഡിറ്റോറിയലിനുള്ളതെങ്കിൽ കൂടി വളരെ കൃത്യമായി അവർ വിലയിരുത്തുന്നത് ഇപ്പോൾ കെ എൻ എ ഖാദറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം. അത് NDAയിലേക്ക് ഒരു ഒഴുക്കുണ്ടാകരുത്, KM മാണി വിട്ടുപോയാൽ KM മാണിയുടെ സഹായം NDAയ്ക്ക് ലഭ്യമാകരുത് എന്ന ആശങ്കയാണ് CPMൻ്റെ ഈ ലേഖനത്തിൽ വ്യക്തമാവുന്നത് എന്നാണ്. അതിൽ ചില വാക്കുകൾ ഒരുപക്ഷെ നേരത്തെ ശ്രീ ആൻ്റണി രാജു പറഞ്ഞതുപോലെ കടന്നുപോയിട്ടുണ്ടാവാം. ഈ പറഞ്ഞ ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങൾ ചിലപ്പോൾ പുറത്തു വന്നിട്ടുണ്ടാവാം ഈ വോട്ട് ശതമാനത്തെക്കുറിച്ചൊക്കെ ഉള്ളത്. അതിനപ്പുറത്ത് ഇതിനെ കാണേണ്ടതില്ല എന്നാണ് ലീഗ് തന്നെ വിലയിരുത്തുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ ഞാൻ CPMകാരനല്ലെങ്കിലും CPMനെ പുറത്തു നിന്ന് കാണുന്നവരൊക്കെ വളരെ കൃത്യമായ CPMന് ഇക്കാര്യം നയം വർഗീയ പാർട്ടികളുമായി കൂട്ടുചേരാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് CPMന് വളരെ കൃത്യമായ നിലപാടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അത് ഏത് പാർട്ടി കോൺഗ്രസ് ആണെന്ന് എനിക്കറിയത്തില്ല, വർഗീയ പാർട്ടികളെ മാറ്റി നിർത്തുക എന്നുള്ളത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും നാടിന് ആപത്താണ് എന്നുള്ള കാര്യത്തിൽ CPM എന്തെങ്കിലും സംശയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ BJPയോ അല്ലെങ്കിൽ സംഘ് പരിവാരത്തിൻ്റെ വർഗീയതയെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇടത് ജനാധിപത്യ മുന്നണി തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഇടതുപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയം. അതല്ലാതെ ന്യൂനപക്ഷ വർഗീയത പോയി ഭൂരിപക്ഷ വർഗീയതയോട് ചേരുമോ? കാരണം ഇവിടെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം പോഷിപ്പിക്കുന്ന, പരസ്പരം ഭക്ഷണം കൊടുക്കുന്ന, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ആ കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട. കാരണം കേരളത്തിൽ RSS പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 90 വർഷമായി. ഇത്ര കാലം അവർക്ക് കേരളത്തിൽ നിലം തൊടാൻ പറ്റിയില്ല. എപ്പോഴാണ് RSS കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിലേക്ക് അവർ മുമ്പോട്ട് വന്നത്? മദനിയുടെ പേരിൽ കേരളത്തിലെ സാമാന്യ മുസ്ലിം സമുദായത്തിലെ ഒരു ചെറു ന്യൂനപക്ഷം സാധാരണയിൽ കവിഞ്ഞ അവകാശവാദങ്ങൾ മുമ്പോട്ട് വെച്ച് തുടങ്ങിയപ്പോഴാണ് RSS അത് ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയത്. ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് ഭൂരിപക്ഷ വർഗീയതയും, ഭൂരിപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് ന്യൂനപക്ഷ വർഗീയതയും കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എവിടെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ന്യൂനപക്ഷ വർഗീയതയുടെ കാര്യത്തിൽ എന്ത് നിലപാട് എന്ന ചോദ്യം ഉയർത്താൻ പോകുന്നതാണ് ഈ എഡിറ്റോറിയലും ഈ ലേഖനവും. ഒരിക്കലുമല്ല. ഈ UDF നിലനിന്ന് കാണണം എന്ന് ജേക്കബ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ BJP തകർന്നു കാണണം, BJPയുടെ മുന്നണി വളരാൻ പാടില്ല എന്ന ആഗ്രഹം എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ജേക്കബ് പറഞ്ഞ UDFനെ നിർത്തിക്കൊണ്ട് BJPയെ വളർത്താനാണോ കുഴപ്പത്തിലാക്കാനാണോ ഈ പരിപാടി എന്നാണ് ചോദിച്ചത്. ആ കാര്യത്തിൽ എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, BJPയുടെ NDAയുടെ വളർച്ചയ്ക്ക് അനുഗുണമാകുന്ന ഒരു കാര്യവും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ്. എല്ലായ്പ്പോഴും NDAയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ KM മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ പ്രതിനിധാനം ചെയ്യുന്ന RSSന്റെ മറ്റൊരു രൂപമാണ് എന്ന് KJ ജേക്കബ് അല്ല ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം RSSന്റെ സംഘാടനം വേറെയാണ്, KM മാണിയുടെ പാർട്ടി ശരിയാണ്, കർഷകരുണ്ട്, അതിന് പള്ളിയുടെ സ്വാധീനമുണ്ട്, അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ പോലും KM മാണിയുടെ പാർട്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടികളോ വർഗീയതയെ പ്രതിനിധാനം ചെയ്യുന്ന RSSന് തുല്യമായ ഒരു ശക്തിയാണ് എന്ന് ഞാൻ അംഗീകരിക്കില്ല, ഇടതുപക്ഷം അംഗീകരിക്കില്ല, അതുപോലെ തന്നെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആരും അംഗീകരിക്കില്ല. ഇതുവരെ ആ പാർട്ടിയിലുണ്ടായിരുന്ന ശ്രീ ആന്റണി രാജു അംഗീകരിക്കും, അദ്ദേഹം പറയട്ടെ. അതുകൊണ്ട് വർഗീയതയെ ചെറുക്കാനുള്ള മുന്നണിയിൽ സ്വാഭാവികമായും ഇതുപോലുള്ള പാർട്ടികൾ കർഷകരെ ചേർക്കും. നമ്മളെ ഈ കണക്ക് പാർട്ടി അപ്പടി കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ കുതിര കച്ചവടം നടത്തുക, ഇതിലുപരി ഒരു രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ ആളുകളെ അണിനിരത്തുക എന്ന വിശാലമായ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനെ മാറ്റി വെച്ചുകൊണ്ട് കുതിര കച്ചവടത്തിൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാലാണ് ജേക്കബിന് ഈ കുഴപ്പം വരുന്നത്. പക്ഷെ ഇന്നിപ്പോ മാണി ഗ്രൂപ്പ് ചരൽക്കുന്നിലെടുത്തിരിക്കുന്ന തീരുമാനം പരിശോധിക്കും. NDAയോടും LDFനോടും BJPയോടും സമദൂരം എന്ന് പറയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിലെങ്കിലും കേരള കോൺഗ്രസിന്റെ കച്ചവട രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് സംശയം കേരള കോൺഗ്രസിനെ മാണി ഗ്രൂപ്പിന്റെ പ്രമേയത്തെ കുറിച്ചാണ് പറയുന്നത്. മാണി ഗ്രൂപ്പ് എടുത്തിരിക്കുന്ന ഒരു സമീപനം NDAയോടും LDFനോടും UFനോടും സമദൂരം എന്ന് പറയുമ്പോൾ ഈ KM മാണി പ്രതിനിധാനം ചെയ്യുന്ന മാണി ഗ്രൂപ്പിന് വേണമെങ്കിൽ നാളെ NDAയോട് പോലും അടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ള വിധത്തിലുള്ള ഒരു പ്രമേയമാണ് ഇന്ന് അവർ പാസ്സാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള നയമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടികളെല്ലാം മാണി ഗ്രൂപ്പിന്റെ നയവുമായി യോജിച്ചു പോകുന്ന പാർട്ടികളാണെന്ന് ധരിക്കരുത്. മാണി ഗ്രൂപ്പിന്റെ ചരൽക്കുന്ന് പ്രമേയം തന്നെ അല്ലെങ്കിൽ ചരക്കുന്ന് തീരുമാനം തന്നെ അവരെ സംബന്ധിച്ച് വേണമെങ്കിൽ NDAയുമായി സന്ധി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി കൈകോർക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് സമദൂരം എന്നുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തം യുക്തിരഹിതമാണ്, ആത്മഹത്യാപരമാണ്. അപ്പോൾ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെയും മറ്റ് കേരള കോൺഗ്രസ് പാർട്ടികളെയും ഇപ്പോൾ ഈ ചരൽക്കുന്ന് പ്രമേയത്തോടുകൂടി ഒരേപോലെ കാണാൻ കഴിയാത്ത വിധത്തിൽ എത്തി നിൽക്കുന്ന തിരിച്ചറിവ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടി ഉണ്ടാകും. ശരിയാണ്. അല്ല, ശ്രീ ആന്റണി രാജു ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അവരെ ആ വഴിക്ക് വിടാതെ തിരിച്ച് ഒരുപാട് അണികളുണ്ട്. ആന്റണി രാജുവിൻ്റെ പാർട്ടി ചെറിയ പാർട്ടിയാണ്, അവിടെയാണ് കൂടുതൽ അണികളിൽ. അവരെ പിടിച്ചു നിർത്താനുള്ള സംയുക്തമായ നീക്കം നമ്മൾ എല്ലാവരും നടത്തണ്ടേ? അത് നടത്തുമ്പോഴാണ് ഈ കച്ചവടത്തിന് കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്
ഫ്രാൻസിസ് ജോൺ നേതൃത്വത്തിലുണ്ടായ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത നിർണായക തീരുമാനമാണ് തീർച്ചയായും. ഇത്രയേറെ വലിയ വിജയത്തിന് ഇടയാക്കിയെന്ന് അദ്ദേഹം ലേഖനത്തിൽ ഒരു പറയുന്നു. സംശയം വേണ്ട, അതിലുള്ള ആർക്കും സംശയമില്ല. തിരിച്ചു വരാം, സമയപരിമിതി കൊണ്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.